ഇലക്ഷൻ കമ്മീഷൻ പോലും പറയാത്ത കാര്യങ്ങളാ ഫീസ് പണിക്കവിടെ അയ്യോ, ഞാൻ പറഞ്ഞു ഇവിടുത്തെ മാധ്യമങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങളാ. താങ്കൾ നമ്മുടെ നാട്ടിലെ മാധ്യമ സ്ഥാപനങ്ങൾ തെളിവ് സഹിതം പുറത്തു കൊണ്ടുവന്ന കാര്യങ്ങളെ എനിക്ക് വിശ്വസിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ ഔദ്യോഗിക ഡേറ്റയുമായിട്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ലല്ലോ, ഇന്ത്യയുടെ രാജാവൊന്നുമല്ലല്ലോ. രാഹുൽ ഗാന്ധിക്ക് പരാതിപ്പെടണം, പരാതിപ്പെട്ട ചെയ്യാം, പരാതിപ്പെടുന്നില്ലല്ലോ. ഞാൻ പറയട്ടെ, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ഒരു ആരോപണത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയാത്തത് കഷ്ടമാണെന്ന് എല്ലാ പത്രങ്ങളും, മലയാളം പത്രങ്ങൾ മാത്രം എടുക്കുക. അതിൽ പത്രത്തിലേക്ക് കേൾക്കോ സാറേ, ശ്രീകുമാർ സാറേ, പത്രങ്ങൾ പോയി രാഹുൽ ഗാന്ധിയുടെ ആരോപണം കള്ളമാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ അത് വിശ്വസിക്കത്തില്ല. പക്ഷെ രാഹുൽ ഗാന്ധി പറയുന്നതിന് പിന്നെ ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയണമെന്ന് പറഞ്ഞാൽ ശ്രീകുമാർ സാർ കേൾക്കും അല്ലേ? ജാഗ്രത അല്ലേ? അങ്ങനല്ലേ? അല്ല, ഞാൻ പറഞ്ഞു സാറേ, നിങ്ങളുടെ വിചാരം ഈ നാട്ടിലുള്ള ആൾക്കാരെല്ലാം കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ വരുന്നു, കോൺഗ്രസിന് വോട്ട് ചെയ്യാത്ത തെരഞ്ഞെടുപ്പുകളെല്ലാം റിഗ്ഡ് ആണെന്നാണ് നിങ്ങളുടെ ധാരണ. ആ ധാരണ പോലെ മണ്ടത്തരം വേറെ ഇല്ല സാറേ. അല്ലല്ല, ഒരു മിനിറ്റ്. അതായത് നോക്കൂ, രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ എന്നാണ് ഇവരൊക്കെ പറയുന്നത്. ആരോപണങ്ങളല്ല, അദ്ദേഹം തെളിവുകൾ സഹിതം പ്രദർശിപ്പിച്ച കാര്യങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടി ഉണ്ടായില്ല. ആ തെളിവെല്ലാം തെറ്റാണെന്ന് തെളിഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞ മിണ്ടായിരുന്നില്ലേ? അല്ല, ഒരു ചോദ്യം ചോദിക്കട്ടെ, ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ. ഒരൊറ്റ വീട്ടിൽ 501 വോട്ടുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വ്യാജമാണെന്നാണ്. അത് വ്യാജമാണോ അല്ലയോ? ശ്രീകുമാർ സാറിന് ഇപ്പൊ തന്നെ താങ്കളുടെ മുന്നിലുള്ള തെളിവ് വെച്ച് പറയൂ. മഞ്ജുഷ, അതൊരു വേറൊരു ചോദ്യമല്ലേ? ഒരൊറ്റ വീട്ടിൽ 501 വോട്ടുണ്ട് എന്ന് രാഹുൽ ഗാന്ധി പത്രസമ്മേളനത്തിൽ താങ്കൾ പറയുന്ന തെളിവ് നിരത്തി. അത് വ്യാജമാണോ സത്യമാണോ? രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഒരൊറ്റ വീട്ടിൽ 501 വോട്ടുണ്ട് എന്ന് പറയുന്നത് കള്ളമാണ്, തട്ടിപ്പാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് സത്യമോ അല്ലേ? നിങ്ങൾക്ക് ഇത് ചോദ്യം ചോദിക്കുമ്പോൾ കൊള്ളും സാറേ. രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് അതാണ് പ്രശ്നം. ഞാൻ പറയട്ടെ, നിങ്ങളിങ്ങനെ രോഷം കൊള്ളല്ലേ സീത്തെ. ഞാൻ താങ്കളെ ഇങ്ങനെയല്ല ധരിച്ചത്. താങ്കൾ ക്ഷമിക്കൂ. താങ്കൾക്ക് ഞാൻ പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞത് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തി കാര്യങ്ങൾ എല്ലാ പത്രലേഖകരെയും ഒരാൾക്ക് പോലും സംശയമില്ലാത്ത രീതിയിൽ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് അതിന് മറുപടി പറയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 10 ദിവസം എടുത്തു. ആ 10 ദിവസത്തിൽ ചേർന്ന് നൽകിയ മറുപടിയെ ആയിരുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവിടെ രാഹുൽ ഗാന്ധി കർണാടകത്തിലെ മഹാരാഷ്ട്രത്തിൽ വോട്ട് ചേർക്കാനും കർണാടകത്തിൽ വോട്ട് കളയാനും അതോ തിരിച്ചാണോ എനിക്ക് അറിയില്ല, അത് ശ്രമം നടന്നു എന്നാ പറഞ്ഞത്. ശ്രമം നടന്നു. അതൊക്കെ എടുത്ത് വായിച്ചു നോക്ക്. അല്ല, അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം. ഞാൻ പറയട്ടെ. അല്ല, പക്ഷെ അദ്ദേഹം അങ്ങനെ പറയരുത്. അദ്ദേഹം പറഞ്ഞങ്ങനല്ല, അതല്ല രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഞാൻ പറയുന്നത് നിങ്ങൾ പ്ലീസ് ക്ഷമിക്കൂ. അതിനുശേഷം അക്കാര്യത്തിൽ മഹാദേവപുരത്തെ ശേഷം ഹരിയാനയിൽ കൊണ്ടുവന്നു. ഹരിയാനയുടെ കാര്യത്തിൽ അദ്ദേഹം വ്യക്തമായ ഉത്തരം പറഞ്ഞില്ല. അന്ന് രാഹുൽ ഗാന്ധി ഒരു കാര്യം കൂടെ പറഞ്ഞു, അടുത്തത് ബീഹാർ. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ സമയത്ത് പത്രസമ്മേളനം, അത് BJP പ്രതിനിധിയാണ്, കേന്ദ്രമന്ത്രി റിജു ആനന്ദ് പത്രസമ്മേളനം നടത്തിയിട്ട് എന്താ നമ്മൾ കേട്ടതാണല്ലോ. ഇതൊക്കെ ഞാൻ ആവർത്തിക്കാണ് വെറുതെ. ഇനി അതൊക്കെ കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് ആക്ഷേപം വരാനുള്ള കാരണം എന്താണ്? അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ഇന്നലെ ഈ ന്യൂസ് 18 ചർച്ചയിൽ പങ്കെടുത്ത നമ്മുടെ മുൻ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ടിക്കാറാമിനെ എന്താ പറഞ്ഞത്? മഞ്ജുഷെ, താങ്കൾ കേട്ടതല്ലേ? നമ്മളിപ്പോ ചർച്ചയിൽ പങ്കെടുത്തതല്ലേ? മുൻ തെരഞ്ഞെടുപ്പ് ഓഫീസറാ കേരളത്തില്, അറിയാമല്ലോ. അപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംശയത്തിന് അധീനമാകണം എന്നൊരു ചിന്തയെ രാഹുൽ ഗാന്ധി കൊണ്ടുള്ളൂ. അത് എപ്പോഴാ വന്നത്? അത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം. ഇപ്പൊ 2 ഉപതെരഞ്ഞെടുപ്പുകളുടെ കാര്യം അല്ല, ഞാൻ പറയട്ടെ. അത് സൗകര്യപൂർവ്വം മിണ്ടാതിരിക്കരുത്. അല്ല, അത് സൗകര്യപൂർവ്വം മിണ്ടാതിരിക്കരുത്. കേന്ദ്രത്തിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാര്യം വരുന്ന സമയത്ത് രാഷ്ട്രീയം, ടിക്കാറാം മീണ വരുന്ന സമയത്ത് രാഷ്ട്രീയമില്ല, നിഷ്പക്ഷൻ. അല്ല, അങ്ങനെ പറയല്ലേ സാറേ, നമ്മൾ കഞ്ഞിയല്ലേ കുടിക്കുന്നത് സാറേ? അങ്ങനെ പറയല്ലേ സാറേ, നമ്മൾ കഞ്ഞിയല്ലേ സാറേ കുടിക്കുന്നത്? താങ്കൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കൂ. ഞാനൊരു കാര്യം താങ്കൾ പറഞ്ഞു, മഹാദേവപുരയുമായി ബന്ധപ്പെട്ട് താങ്കൾ പറഞ്ഞിരിക്കുന്നത് എല്ലാം തെറ്റായിരുന്നു എന്ന് പറഞ്ഞപ്പോ അതിനെ അംഗീകരിക്കാൻ പോലും താങ്കൾ തയ്യാറല്ല. താങ്കൾക്ക് ഇപ്പോൾ പക്ഷമുണ്ടോ? അല്ല, ഈ വിഷയത്തിൽ സത്യത്തിന്റെ പക്ഷമുണ്ട്.
താങ്കൾ നുണയുടെ പക്ഷത്ത് നിൽക്കുന്നു, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. എന്തുകൊണ്ട് പിന്നെ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ രാഹുൽ ഗാന്ധിയെ ജയിക്കാവും, അതാണ് ശ്രീകുമാർ സാറിന് പറഞ്ഞു വരുന്നത്. അല്ല, അതിനപ്പുറത്തേക്ക് എന്താ പറഞ്ഞു വരുന്നത്? ഇന്ത്യയിൽ എവിടെ തെരഞ്ഞെടുപ്പ് നടന്നാലും രാഹുൽ ഗാന്ധിയെ ജയിക്കാവും, വേറെ ആര് ജയിച്ചാലും ഞങ്ങൾ കളിക്കില്ല, അതല്ലേ പറയുന്നേ? അതല്ലേ പറയുന്നേ? അല്ല, അത് ശരിയല്ല സാറേ. സാറിന്റെ അടുത്ത് ഞാനത് പ്രതീക്ഷിക്കുന്നില്ല. സാറ് പറഞ്ഞെന്താ? സാറ് പറഞ്ഞെന്താ? അല്ല, മഹാദേവപുരയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ കാര്യവും തെറ്റാണെന്ന് തെളിഞ്ഞില്ല എന്ന്. 6 കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ല സാറേ തെറ്റാണ്. എന്റെ ഒരൊറ്റ ചോദ്യത്തിന് മറുപടി പറയുമോ? എന്റെ ഒരൊറ്റ ചോദ്യത്തിന് അങ്ങ് മറുപടി പറയുമോ? ആ ഒരൊറ്റ ചോദ്യം, അതിനെന്തുകൊണ്ട് മറുപടി ഇല്ലാത്തേ? അല്ല മഞ്ജുഷ്, ഞാൻ ചോദിക്കുന്ന ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരൊറ്റ ചോദ്യം. ഒരൊറ്റ വീട്ടിൽ 501 വോട്ടുള്ളത് കള്ളത്തരമാണ്, അത് വോട്ട് ചോരിയാണ്, വ്യാജ വോട്ടർമാരെ ചേർത്തിരിക്കുകയാണെന്ന് പറഞ്ഞിരിക്കുന്നതിനെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ വന്ന് പിടിച്ചല്ലോ അതിനെ. എന്നിട്ടെന്താ സാറേ, അതിനെ സമ്മതിക്കുമോ? അല്ലെ സാർ, അത് സമ്മതിക്കുമോ? നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെയാ ഞാൻ ചോദിക്കുന്നത്? മഞ്ജുഷ, 8 മണിയായി, ഇനി ഞാൻ എപ്പോഴാണ് മറുപടി പറയുന്നത്? മഞ്ജുഷ, നിങ്ങൾ എനിക്ക് 8 മണി കഴിഞ്ഞ് സമയം തരൂ. മഞ്ജുഷ, നിങ്ങൾ 8 മണി കഴിഞ്ഞ് എനിക്ക് സമയം തരൂ. അല്ല, 5-6 മിനിറ്റായിട്ട് അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മഞ്ജുഷ. 8 മണി കഴിഞ്ഞ് നിങ്ങൾ സമയം തരുമെങ്കിൽ ചർച്ചയ്ക്ക് ഇരിക്കാം. താങ്കൾ ഇടപെട്ട് നിരന്തരം തടസ്സപ്പെടുത്തുക. താങ്കൾ ഒന്ന് മിണ്ടാതിരിക്കൂ. ഞാൻ 5-6 മിനിറ്റായിട്ട് താങ്കൾ പറഞ്ഞ കേട്ടോണ്ടിരിക്കുകയാണ്. ഇനി അത് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും സംസാരിക്കുന്നത് സാറേ. അതെ, താങ്കൾ സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ സംസാരിച്ചേ. അല്ല, താങ്കൾ തന്നെ പറഞ്ഞ അത് കഴിഞ്ഞിട്ട് ഞാൻ മറുപടി പറയാന്. താങ്കൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും യുക്തിക്ക് നിരക്കുന്നതല്ല. അപ്പൊ അതിനെനിക്ക് മറുപടി പറയാൻ അവസരം വേണ്ടേ? യുക്തിക്ക് നടക്കുന്നതല്ല. താങ്കൾ ഈ പറയുന്നതാണ്. അത് ബീഹാറിലെ ജനങ്ങൾ കാണിച്ചു തന്നില്ലേ സാറേ? ഏതാണ് യുക്തി, ഏതാണ് യുക്തിക്ക് നിരക്കാത്തതെന്നുള്ള ബീഹാറിലെ ജനങ്ങൾ കാണിച്ചു തന്നില്ലേ? ഞാൻ പറഞ്ഞ വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞതാണ്. നോക്കൂ, നിങ്ങൾ പറയുന്നത് ഇന്ത്യയുടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവാണെന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിക്ക് എന്തും പറയാം. രാഹുൽ ഗാന്ധി പരാതി കൊടുക്കില്ല, രാഹുൽ ഗാന്ധി കോടതിയിൽ പോവില്ല, രാഹുൽ ഗാന്ധി SIR-ന് പറ്റില്ല, രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തകർ വോട്ട് ചലഞ്ച് ചെയ്യില്ല, രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തകർ ഇലക്ഷൻ കേസ് കൊടുക്കത്തില്ല, രാഹുൽ ഗാന്ധി ഒരിടത്ത് ഇരിക്കും. പിന്നെ എന്ത് ചെയ്യണം? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാത്രം ഈ പെട്ടിയും രേഖയും കൊണ്ട് രാഹുൽ ഗാന്ധിക്ക് വരണം. സാറേ, നിങ്ങൾക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കാം സാറേ, നിങ്ങൾക്ക് പരാതി കൊടുക്കാം സാറേ, നിങ്ങളുടെ ആൾക്കാർ ചലഞ്ച് ചെയ്യാം സാറേ, നിങ്ങൾ SIR-ന് പോകണം സാറേ. അതൊന്നും ചെയ്യാതിരുന്നതിന് ശേഷം എന്താ ഈ ചെയ്യുന്നേ? ഇവിടെ കേരളത്തിൽ നിങ്ങൾ പറയില്ലേ, ഇവിടെ CPM വ്യാപകമായ കള്ളവോട്ടാണെന്ന് പറയുന്നത്. താങ്കൾ ഒരു പക്ഷം പിടിച്ച് പറയുന്നു. ഇത് പക്ഷം സത്യത്തിന്റെ പക്ഷമാണ്. ഈ നാട്ടിലെ അങ്ങനെയാണെങ്കിൽ ന്യൂസ് 18 സംഖ്യയാണ്, 24 സംഖ്യയാണ്, റിപ്പോർട്ടർ TV സംഖ്യയാണ്, ഏഷ്യാനെറ്റ് ന്യൂസ് സംഖ്യയാണ്. കാരണം ഇവര് തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞെല്ലാം തെറ്റാൻ തെളിയിച്ചില്ലേ? ഞാൻ പറയുന്നത് എന്റെ മുന്നിൽ കണ്ട ഡേറ്റയാണ്. ഒരു വീട്ടിൽ 501 വോട്ട്, ഇത് തട്ടിപ്പാണെന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്ന ആളാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്. ഒരു വീട്ടിൽ 66 വോട്ട് ഹരിയാനയിൽ വന്നിരിക്കുന്നതും ഒരു വീട്ടിൽ 501 വോട്ട് വന്നിരിക്കുന്നതും തട്ടിപ്പാണ്, വ്യാജ വോട്ടാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധി. ആ സാധനം നുണയാണെന്ന് തെളിയിച്ചത് താങ്കൾ സമ്മതിക്കും? രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്, നിങ്ങൾ സമ്മതിക്കുമോ? രാഹുൽ ഗാന്ധിക്ക് തെറ്റുപറ്റാൻ പാടില്ല. രാഹുൽ ഗാന്ധി ഈ മഹാദേവപുരത്തോ മറ്റോ ഉള്ള അസംബ്ലി സെഗ്മെന്റുകളിലെ പാർട്ടികൾ ആരാണ് ലീഡ് ചെയ്തിരുന്നതെന്ന് പറഞ്ഞിരുന്ന അടിസ്ഥാനപരമായ ഫാക്ട് പോലും തെറ്റാണ്. ആ പറയുന്ന ഫാക്ട് പോലും തെറ്റാണ്. എന്നിട്ടാണ് നിങ്ങൾ ഈ കാര്യങ്ങൾ പറയുന്നത്. ഇന്നേ വരെ ഒരു കള്ളവോട്ട്, ഒരു ഇരട്ട വോട്ട് ചെയ്തതായിട്ട് തെളിയിക്കാനായിട്ട് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും കഴിഞ്ഞിട്ടില്ല. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ലോക്സഭാ പ്രതിപക്ഷ നേതാവോ ഇന്ത്യയുടെ രാജാവോ ആയിക്കോട്ടെ, അപ്പൊ ഇന്ത്യയുടെ ഇലക്ഷൻ പിന്നെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പറയാ അത് പറ്റില്ല, ഇവിടെ കോടതി എന്നെ കണ്ടോണ്ടിരിപ്പുണ്ടെന്ന്. അത് എന്ത് സംവിധാനമാണ്? അങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഇല്ല. അതൊക്കെ 47 മുമ്പായിരുന്നു. എന്നെ സംസാരിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ പോലും ന്യായീകരിക്കാൻ പ്രയാസപ്പെടുന്ന കള്ളക്കണക്ക് ശ്രീജിത്ത് ഈ സംഘികളുടെ വാട്സപ്പ് പറയുന്നത് നിങ്ങൾ പറഞ്ഞല്ലോ, കഞ്ഞിയാണ് കുടിക്കുന്നത്. നിങ്ങൾ ഞാൻ എന്നോട് ക്ഷമിക്കുക. നിങ്ങൾ സംസാരിക്കാതിരിക്കും. നിങ്ങൾ ശ്രീകുമാരൻ സംസാരിക്കാൻ സമ്മതിച്ചില്ല. നിങ്ങൾക്ക് ഉത്തരം മുട്ടിയപ്പോ തടസ്സപ്പെടുത്തുകയാണ്. ലക്ഷക്കണക്കിന് കള്ള വോട്ടുകളുടെ കണക്ക് രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവന്നിട്ട് അതൊന്ന് നിഷേധിക്കാൻ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിയുന്നില്ല. നിങ്ങൾ മിണ്ടാണ്ടിരിക്കും.
നിങ്ങൾ തടസ്സപ്പെടുത്തല്ലേ? ഒൻപതാമത് നിങ്ങൾ ചോദിക്കുന്നു. നിങ്ങൾ ഞാൻ ഉത്തരം പറഞ്ഞ വിട്ടുകൊണ്ടാണ് കള്ളക്കണക്കേതാ? അതെ. നിങ്ങൾ മിണ്ടാണ്ടിരിക്കണേ പറഞ്ഞത്. ആളുകളെ വന്നിരുന്നിട്ട് നിങ്ങൾ ആക്ഷേപിച്ചിട്ട് തടസ്സപ്പെടുത്തരുത്. കള്ളക്കേതാണെന്ന് പറയാനുള്ള മാന്യത നിങ്ങൾ കാണിക്കണം. നിങ്ങൾ ഇങ്ങനെ നിങ്ങൾ അസ്വസ്ഥത കാണിക്കല്ലേ പ്ലീസ്. ഞാൻ പറഞ്ഞ കള്ളക്കണക്കേതാന്ന് പറയൂ. അത് ചോദിക്കും. നിങ്ങൾക്ക് എന്താ നിങ്ങൾ മുഴുവൻ കള്ളത്തരാ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ പറയുന്നത് ഞാൻ പറഞ്ഞിരിക്കുന്നത് കള്ളക്കണക്കാണ്. മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പറഞ്ഞിരിക്കുന്നത് കള്ളക്കണക്ക് ഏതാണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് രാഹുൽ ഗാന്ധി ഓരോന്നും കൃത്യമായി 1 by 1 ചോദിച്ചത് ഒന്നിനു പോലും ഉത്തരവില്ല. എല്ലാം കൂടി ഒറ്റ നിഷേധക്കുറിപ്പ് ഇറക്കുക. തെരഞ്ഞെടുപ്പ് സംസാരിക്കാൻ ശ്രമിക്കുന്നില്ല. തടസ്സപ്പെടുത്തുക. എന്നെ ബീഹാറിലെ ആൾക്കാർക്ക് വേണ്ട 6 പേരെ തൂത്തെറിഞ്ഞു. നിങ്ങൾ എങ്ങനെ വെള്ളം കുടിച്ചിട്ട് കാര്യമില്ല. ഈ ജനാധിപത്യ അട്ടിമറിക്കുന്നത് വോട്ട് തുടരും. ഒരു സംശയം വേണ്ട. ശക്തമായ ഈ കള്ളന്മാരെ ഭരണത്തിന് താഴെ ഇറക്കും. അത് ജനങ്ങളുടെ